Hello. Yes, sir. Okay. Okay. Sure, sir. നോക്കിയിട്ട് ചെയ്യാം sir. Okay, sir. Okay. I'll do. Okay, sir. കിടക്കുന്നില്ലേ? എന്തു പറ്റി? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? എമർജൻസി സിറ്റുവേഷൻ ആണ്. It's flooding everywhere. ഇതൊരു നാടിൻ്റെ കഥയാണ്. അപ്രതീക്ഷിതമായി മഹാപ്രളയം വീണ്ടും എത്തിയപ്പോൾ അതിൽ പെട്ടുപോയ നമ്മളിൽ ആരുടെയൊക്കെയോ കഥ. 95.5 അമൃതയാണ് നിങ്ങളോടൊപ്പം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ഷെയർ ചെയ്യാനുള്ളത്. മഴ വളരെയധികം തന്നെ ശക്തമായിരിക്കുകയാണ്. 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ അറിയിപ്പ് വന്നിട്ടുള്ളത്. ഇസ്മായിൽ പറ. വണ്ടിയൊക്കെ ഓക്കെയാണ്, അടിപൊളി വണ്ടി. ചിലവൊക്കെ തരാം, നമുക്ക് ടൈമുണ്ടല്ലോ. ഓ നീ വൈകിട്ട് വാ, നമുക്ക് കാണാം. ആ ഓക്കേടാ, ശരി. എന്തൊക്കെയുണ്ട് ബഷീറേ, സുഖല്ലേ? ആ സുഖം തന്നെ, അങ്ങനെ പോന്നു. പുതിയ വണ്ടിയൊക്കെ എടുത്തല്ലോ? ആ ഒരു കാറെടുത്ത്, നമ്മളും ജീവിച്ചു പോട്ടെ. ആ പിന്നെ മട്ട അരിയുണ്ട് അവിടെ? മട്ട തീർന്നാണല്ലോ ബഷീറേ. ഒരു കാര്യം ചെയ്യാം, വൈകിട്ട് ഞാൻ വീട്ടിലേക്ക് എത്തിക്കാം. ആ എന്നാൽ പിന്നെ നീ വീട്ടിലെത്തിക്കട്ടോ. ഓ ശരി. എവിടെ നോക്കിയാണ് നടക്കുന്നത് ചേട്ടാ? ബസ്സിലൊക്കെ ഒഴുക്കുമാക്കി. സോറി ചേട്ടാ. രാജേ ബംഗാളിയാണ്, നീ ഇല്ലാ സമയം നോക്കി വന്നായിരിക്കും. നോക്കിയോ, രാത്രിക്ക് ഇവന്മാരെ കടകത്ത് വിളിക്കാം, മാറിക്കണം. ഓരോ ബംഗാളികളൊന്നും ഷർട്ടിൽ കഴുക്ക് വയ്ക്കും. മാറിയിട്ട് പോയി. ഹലോ ഹലോ മുരളേട്ടാ, എന്തൊക്കെയുണ്ട്? ഇത് വെച്ചോളി, 40 രൂപ. മുരളേട്ടാ, ആടെ നിൽക്കുന്ന ചെക്കനെ കണ്ടെങ്കിൽ എൻ്റെ അയൽവാസിയാണ്. യൂസ്ലെസ്, കണ്ണുപോലും കാണാൻ പറ്റാത്തൊരു പാവം പെണ്ണിനെ കല്യാണം കഴിക്കാൻ എടുക്കുകയാണ്. ആ താടി മുടി വളർത്തി നാട്ടുകാർക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ട, ഒരുമാതിരി വേസ്റ്റ് ചെയ്യണം. ശരി, ഞാനിപ്പോൾ ഇതേ ഇൻ്റർവ്യൂവിന് എത്തിയുള്ളൂ. ഞാൻ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. വരുൺ, എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു. ഞാൻ നിന്നെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കല്ലേ? നീ സൂക്ഷിച്ചു പോണം. വീട്ടിലെത്തിയിട്ട് വിളിക്കും.
സാർ ഒരു മോഡിഫൈ ജീപ്പ് വരുന്നുണ്ട്. സൈഡാക്കാൻ പറയും. സൈഡാക്കടോ. വണ്ടി ഒതുക്കി നിർത്താൻ പറയും. ഒതുക്കി നിർത്താൻ പറയും. മാറ്റി നിർത്താൻ പറയും. ഒതുക്കി എടുത്തോ സാർ. ഫുൾ മോഡിഫിക്കേഷൻ ആണ്. ക്ലാസ് വേണ്ടാത്ത സർ ഇതെന്തടത് പോഴക്കമല്ലോ. എന്താ JCB ടയറോ? ഈ ഒരു കാര്യം വണ്ടിയിൽ ബുക്കും പേപ്പർ എടുത്ത് പെട്ടെന്ന് വാ. സാറേ ഞാൻ റാലിക്ക് എന്ത് റാലിയടാ? JCB ടയറും വെച്ച് ഈ ഒരു കാര്യം ബുക്കും പേപ്പറും 5000 ഉറുപ്പിക എടുത്ത് പെട്ടെന്ന് വാ. പെട്ടെന്ന് വാ വാ. ഹലോ. ഹലോ. ആ വരുൺ. ആ സാർ കൊടുക്കാം സാർ, കൊടുക്കാം സാർ. ഓ ഹലോ, ഞാൻ ഡിസ്ട്രിക്ട് കളക്ടറാണ്. കോഴിക്കോട് നഗരത്തിൻ്റെ പല ഭാഗങ്ങളും നാളെ വെള്ളം കയറാനുള്ളൊരു സാധ്യത കാണുന്നു. സോ ബെറ്റർ വി വിൽ ഷട്ട് ഡൗൺ ദ ഇലക്ട്രിസിറ്റി ഇമ്മീഡിയറ്റ്ലി. പിന്നെന്താ? പിന്നെന്താ? എനിക്കിനി നിന്നെ എന്തെങ്കിലും കാണാൻ പറ്റുമോ വരുൺ? നമുക്ക് അടുത്തന്നെ കാണാലോ. നിന്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിയട്ടെ. അതന്നെ ഞാൻ ഈ കഷ്ടപ്പെടുന്നേ. ഹലോ. ഹലോ. വരുൺ, ഇവിടെ എന്തൊക്കെയോ ശബ്ദം കേൾക്കണോ? ഹലോ. ഹലോ. വരുൺ, ഹലോ ശ്രുതി. എന്തൊക്കെ താഴേക്ക് വീഴുന്ന പോലെ. എനിക്ക് പേടിയാവുന്നു വരുൺ. കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്. വരുൺ. ഹലോ. വരുൺ. ശ്രുതി. വരുൺ. ഹലോ ശ്രുതി. ഹലോ. 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 രാശേട്ടാ, രാശേട്ടാ പാലുണ്ട്. രാശേട്ടാ, രാശേട്ടാ. തുറക്കാണ്. എന്താ രാശേട്ടാ, എന്റെ വീട്ടിൽ വെള്ളം കയറി. വെള്ളം? നിങ്ങളുടെ കടയിൽ ഇപ്പൊ വെള്ളം കയറും. നിങ്ങളുടെ കടയിൽ ഇപ്പൊ വെള്ളം കയറും. വെള്ളോ? സാധനങ്ങൾ എടുത്തു വെക്കണ്ടേ? മഴയാണ്. പോവാ. സമയമില്ല. വാ പോവാ. വാ വേഗം ഇറങ്ങ്. പോവാ. പെട്ടെന്ന് വാ. തുറക്ക് വരണേ. രാശേട്ടാ, വെള്ളപ്പം ഇങ്ങോട്ട് കയറും. അതിന് മുമ്പ് ഈ സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം. എടുത്തു വെക്കാം. പെട്ടെന്ന് വാ. ഈശ്വരാ, ഞാനിപ്പോൾ എന്താ ചെയ്യാ? ഈ സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കും. രാശേട്ടാ, വാ. ഇതാ വരികയാണ്. നമുക്ക് ഈ സാധനങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മുകളിലേക്ക് കയറ്റി വെക്കണം. പെട്ടെന്ന് ബാഗ് എടുത്ത് വെക്ക് വരുന്നേ. വെള്ളപ്പം എടുത്തു.
ഫുള്ള് വെള്ളാണല്ലോ. രക്ഷിക്കണേ, രക്ഷിക്കണേ. ചേട്ടാ ബാ, ഫുള്ള് വെള്ളാണ്. ബാ, ബോട്ട് താഴുണ്ട്. ബാ ജൽദി ആവോ ചേട്ടാ, ഫുൾ പാനിയെ. ജൽദി ആവോ, ആവോ. കഴിഞ്ഞ വർഷത്തെ മഹാപ്രളയത്തെക്കാൾ കൊടും നാശം വിതച്ച് പേമാരി. മരണസംഖ്യ 100 കഴിഞ്ഞു. ഇന്നും നാളെയും കേരളത്തിൽ മഴ തുടരും. കവളപ്പാറയിലും പുത്തുമലയിലും ഉരുൾപൊട്ടി. കാണാതായ 200ഓളം പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. കേരളത്തിന്റെ പല മലയോര പ്രദേശങ്ങളും ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ 1000ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിന്റെ നാശനഷ്ടത്തേക്കാൾ ഇരട്ടിയാണ് ഈ വർഷത്തെ ദുരന്തം. അരുണേ, മോനെ, നീ എന്നോട് ക്ഷമിക്കണം. പല ആൾക്കാരുടെ അടുത്ത് ഞാൻ നിന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട്. നീ ഇന്നലെ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കട മൊത്തം പോയനെ. രാജേട്ടാ ഒന്നും കുഴപ്പമില്ല. പ്രശ്നം അതല്ല, ശ്രുതിനെ വിളിച്ച് കിട്ടുന്നില്ല. ഇപ്പൊ എന്താ ചെയ്യണമെന്നൊരു അരുണേ, അവളെ വീട് കവളപ്പാറയല്ലടാ അരുണേ. അവിടെയല്ലേ അവൾ താമസിക്കുന്നത്. അവിടെ വലിയൊരു ഉരുൾപൊട്ടലുണ്ടെന്നാ കേട്ട്. കാറും പോയി, വീടും പോയി, എല്ലാം പോയി.
പൊറുക്കടാ. സാരല്ല ചേട്ടാ. സാറേ ഫുള്ള് വെള്ളമാണല്ലോ. പോയ വണ്ടിക്ക് തിരിച്ചു വരിക. ശരിയാണല്ലോ. നമ്മളെന്താക്കും? സ്റ്റേഷനിൽ പോയി കുറച്ച് പരിപാടി ഉണ്ടല്ലോ. ഇപ്പം എന്താക്കും നമ്മള്? വണ്ടി തിരിക്കും. ദവന്മാരല്ലേ? അന്നത്തെ പ്രശ്നത്തിൽ എന്നോട് ദേഷ്യം തോന്നരുത്. സാറിനോടൊരു ദേഷ്യമില്ല സാറേ, നിയമമല്ലേ, അത് നാളെ മാറുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. ഓട്ടെ സാറേ, ക്യാമ്പിലേക്ക് കുറച്ച് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞ് കവളപ്പാറയിലൊന്ന് പോകണം, അവിടെയും കുറച്ച് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കണം. കേരളത്തിൽ മഹാപേമാരിയുടെ ശക്തി കുറയുന്നു. സംസ്ഥാനത്ത് നാശം വിതച്ച മഴ കേരള തീരത്ത് നിന്ന് അകന്നു തുടങ്ങി. ഇതിന്റെ പ്രതിഫലമെന്നോണം സംസ്ഥാനത്ത് ഇന്നലെയും ഇന്നും മഴ ലഭിച്ചില്ല. ചിലയിടങ്ങളിൽ മാത്രമാണ് ജാഗ്രതാ നിർദ്ദേശമുള്ളത്. ഒരു ജില്ലയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് ആശ്വാസത്തിന് വക നൽകുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ആളുകൾ വീടുകളിലേക്ക് മാറിത്തുടങ്ങി. സാർ നമ്മൾ അവസാനം ലോഡും പോയി സാർ. ഓക്കെ, ഗുഡ് വർക്ക്. നമ്മുടെ ജോലി കഴിഞ്ഞു സാർ. തങ്ങളിൽ മേൽ നിയോഗിക്കപ്പെട്ട ജോലിയിലെ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള യാത്രയിലാണ് നിയമപാലകർ. ഒരുപക്ഷേ ആകാശത്ത് കാണുന്ന വെളിച്ചം തങ്ങൾക്ക് നേരെയുള്ള നിയമത്തിന്റെ മാറ്റമായിരിക്കാം എന്ന് അവർ വിശ്വസിക്കുന്നു. രാപ്പകലില്ലാതെ സ്വന്തം നാടിന്റെ വെളിച്ചത്തിന് വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ KSEB ജീവനക്കാർ, അവരുടെ അധ്വാനം മഹാപ്രളയത്തിൽ ഇരുട്ടിലും നമുക്ക് വെളിച്ചം നൽകാൻ കഴിഞ്ഞു. അശോക് പാണ്ഡെ നാളെ തന്റെ ബോട്ട് വീണ്ടും കടലിലേക്ക് ഇറക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ സ്വന്തമായി ബോട്ടുള്ള ഏക ബംഗാളി സഹോദരൻ അശോക് പാണ്ഡെ ആയിരിക്കും. തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ ബഷീറിന് ദിവസങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. പക്ഷേ ബഷീർ ആകെ മാറി. നാടിനു വേണ്ടി ചാരിറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബഷീർ ഇപ്പോൾ. രാജേഷ് ആവട്ടെ എല്ലാ ദിവസത്തെയും പോലെ തന്റെ കടപൂട്ടി വീട്ടിലേക്ക് മടങ്ങി. ഒരു തരത്തിൽ പറഞ്ഞാൽ ജാതിമത വിശ്വാസ്യമന്യേ എല്ലാവർക്കും ഇതൊരു അതിജീവനമായിരുന്നു. എന്നാൽ ഇതിനിടയിൽ ആരും വരുണിനെ കണ്ടില്ല.